السلام عليكم ورحمة الله تعالى وبركاته. حياكم الله وبياكم بالخير والسعادة. ഇന്നത്തെ നമ്മുടെ യൂണിറ്റ് വളരെ സിമ്പിളാണ്. അദ്ദക്കാഉൽ ഇസ്തിനാഇ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് കാലങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ടെർമിനോളജിയാണ് അദ്ദക്കാഉൽ ഇസ്തിനാഇ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത്, AI എന്ന് പറയും. ചില ആളുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ, അദ്ദക്കാഉൽ ഇസ്തിനാഇയെ മനുഷ്യരുടെ കഴിവുകൾക്ക് മേൽ ആധിപത്യം ചെലുത്തുന്ന ഒരു ഉപകരണമായിട്ട് അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത? നമ്മളതിൻ്റെ വസ്തുത പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, മനുഷ്യൻ്റെ ചിന്താശേഷിയോട് സമമായി നിൽക്കാൻ സാധിക്കുന്ന വിധത്തിൽ, അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്തകളോട് കിടപിടിക്കാൻ ഉതകുന്ന തരത്തിൽ സോഫ്റ്റ്വെയറുകളും ഉപകരണങ്ങളും നിർമ്മിച്ചെടുക്കുക എന്നതാണ് അദ്ദക്കാഉൽ ഇസ്തിനാഇ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ആദ്യമായിട്ട് ഈ ഒരു ടെർമിനോളജിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് 1955 ജോൺ മക്കാർത്തി എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങളെ എൻജിനീയറിങ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കണ്ടെത്തുക എന്നതിനാണ് അദ്ദക്കാഉൽ ഇസ്തിനാഇ എന്ന് പറയുന്നത്. ഇന്ന് കാലത്ത് പൊതുവെ മെഷീൻ ലേണിംഗ്, അതുപോലെ ഇൻ്റർനെറ്റ് മുഖേനയുള്ള സർവ്വ കാര്യങ്ങൾക്കും AI അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം നമുക്ക് അത്യാവശ്യമാണ്. അൻവാഉ അദ്ദക്കാഉൽ ഇസ്തിനാഇ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏതാനും ചില തരങ്ങൾ നമ്മൾ ടൈപ്സ് നോക്കുകയാണെങ്കിൽ 3 ടൈപ്സ് ഉണ്ട് പ്രധാനമായിട്ടും. ഒന്നാമത് അദ്ദക്കാഉൽ ഇസ്തിനാഇ അൽ മഹ്ദൂദ് അവൽ ലയീഫ്, നാരോ AI, വീക്ക് AI എന്നെല്ലാം പറയും. അഥവാ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ, നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ കമ്പ്യൂട്ടറിലുണ്ടാകും ഒരു ഭാഗത്ത് റോബോട്ട് എന്ന പോലെ. അപ്പോൾ ചെസ്സെല്ലാം കളിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകുന്ന റോബോട്ട് കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഓട്ടോമാറ്റിക്കുള്ള കാറുകൾ, ഇതെല്ലാമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ടുള്ളത് അദ്ദക്കാഉൽ ഇസ്തിനാഇ അൽ ആം. പൊതുവെ ഒരു കോമൺ യൂസേജിലുള്ള അദ്ദക്കാഉൽ ഇസ്തിനാഇ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കഴിവിനോട് അതോ മനുഷ്യൻ്റെ ചിന്തകളോട് സാമ്യമാകുന്ന രൂപത്തിലുള്ള ഉപകരണങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇത് നടക്കുന്നത്. പ്രധാനമായിട്ടും നെറ്റ്വർക്ക് മുഖേനയാണ് നടക്കുന്നത്. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് അദ്ദക്കാഉൽ ഇസ്തിനാഇ അൽ ഫായിദ്. ഈ ഒരു ടൈപ്പ് അഥവാ മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലകളിൽ ഇത് പ്രവർത്തിക്കും. അതുപോലെ പ്ലാനിങ് ചെയ്തിരുന്നതിൽ, ഓട്ടോമാറ്റിക് കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ നമ്മുടെ നിയമങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദക്കാഉൽ ഇസ്തിനാഇ അൽ ഫായിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇത് വെറും ഒരു സങ്കല്പം മാത്രമാണ്. ഇത് നമ്മുടെ ഈ കാലത്ത് ഇതിന് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. പകരം ഇതൊരു ആശയമാണ്. ഇത് വരും കാര്യങ്ങളിൽ നടത്തപ്പെടും അല്ലെങ്കിൽ കൊണ്ടുവരപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് തത്ബീഖാത്തു അദ്ദക്കാഉൽ ഇസ്തിനാഇ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും മെഡിക്കൽ സെക്ടറിൽ അത് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നെറ്റ് സെർച്ചിങ് എൻജിൻസ്, അതുപോലെ നാച്ചുറലായിട്ടുള്ള ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാൻ, അതുപോലെ വീഡിയോ ഗെയിംസ്, നമ്മുടെ ഓഹരി വിപണികൾ നടത്താൻ, അതുപോലെ പ്രൊവിഷൻസ് ഇറക്കാൻ, അതുപോലെ പിക്ചർ കണ്ടാൽ അതിനെ അനലൈസ് ചെയ്യാനും മറ്റൊന്നിൽ നിന്നും അതിനെ വേർതിരിക്കാനൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേന നമുക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ ഗെയിമുകൾ, മറ്റു സയൻറ്റിഫിക് ആയിട്ടുള്ള സെർച്ചിങ്സ്, ഫൈൻഡിങ്സ്, മെഷീൻ ലേണിംഗ്, അതുപോലെ മറ്റു വോയിസുകൾ, സൗണ്ടുകൾ, ഇതിനെല്ലാം തിരിച്ചറിയാനും, അഥവാ ഏതിൻ്റെ സൗണ്ടാണ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ തിരിച്ച് അറിയാനും ഈ അദ്ദക്കാഉൽ ഇസ്തിനാഇ മുഖേന സാധ്യമാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് മഹാവിഫ് മിൻ അദ്ദക്കാഉൽ ഇസ്തിനാഇ,
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നും അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് മുഖേന മനുഷ്യർ എന്തിനു ഭയക്കണം, ആ ഒരു ടെറർ, ആ ഒരു മൂഡിനെയാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2014 അവസാന കാലങ്ങളിൽ ലോകം അറിയപ്പെട്ട ഫിസിഷ്യൻ സ്റ്റീഫൻ ഹോക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപ്ഡേഷൻ അത് പുരോഗമിച്ചു കൊണ്ടുവരാനുള്ളത്, പുരോഗമിച്ചു വരിക എങ്ങനെ മനുഷ്യവംശത്തിൻ്റെ ഒരു ഭീഷണി അല്ലെങ്കിൽ മനുഷ്യവംശത്തിനൊരു നാല് സംഭവിക്കുന്നതിൻ്റെ തുടക്കമായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. പക്ഷേ 2015 മൈക്രോസോഫ്റ്റിൻ്റെ ഫോർമർ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഗേറ്റ്സ് അദ്ദേഹം പറയുന്നത് സൂപ്പർ ഇൻ്റലിജൻസിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന ആളുകളെ അവരോട് ഞാൻ ഒരു കോമ്പറ്റീറ്റീവിലാണ്, അല്ലെങ്കിൽ ഞാൻ അവരുമായിട്ടൊരു ക്യാമ്പയിനിലാണ്. അത് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ ലോകത്ത് റോബോട്ടുകളുടെയും മറ്റു വസ്തുക്കളുടെയും ആവശ്യകത ഉണ്ട് എന്നതാണ്. പക്ഷേ ചില സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ മറ്റു ആളുകൾ പറയുന്നത് മനുഷ്യ വംശരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് നമ്മുടെ അസ്ദക്കാർ ഇസ്തിനായി. മാത്രമല്ല മനുഷ്യവംശത്തിന് ഒരു പ്രശ്നവും സൃഷ്ടിക്കുകയും ഇല്ല എന്നാണ് പറയുന്നത്. കാനഡയിലുള്ള മോൺട്രിയൽ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ വിഭാഗം പ്രൊഫസറായിട്ടുള്ള യോഷോ ബനിലോ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ടെക്നോളജീസ് മുഖേന നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ ഹിൻഡൻ പറയുകയാണ്, അദ്ദേഹം പറയുന്നു നമ്മുടെ ഈ ഗൂഗിൾ അല്ലെങ്കിൽ മറ്റു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോയിട്ടുള്ള അൽഫാബ് എന്ന് പറയുന്ന ഇതെല്ലാം ഒരു തരത്തിലും മനുഷ്യൻ്റെ കഴിവുകൾക്കോ അതല്ലെങ്കിൽ ഒന്നിനെ ഒരു മങ്ങലും ഏൽപ്പിക്കുന്നില്ല. പകരം ഇത് മനുഷ്യനുമായി ബന്ധമില്ലാത്ത മറ്റൊരു മേഖലയിലൂടെ ഉയർന്നു പോകുന്നതാണ്. ഇത് അദ്ദേഹം പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ടെക്നോളജിയെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ടെക്നോളജിയെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസൃതമാണ് ഈ ഒരു ദക്കാവ് ഇസ്തിനായിയുടെ പ്രവർത്തന രീതിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി മുസ്തഖ്ബൽ ദക്കാൽ ഇസ്തിനായി ഫ്യൂച്ചറിലും അഥവാ വരും കാലങ്ങളിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അസ്ദക്കാർ ഇസ്തിനായിയെക്കുറിച്ച് ടൊർണാഡോ യൂണിവേഴ്സിറ്റിയിലുള്ള ജെഫ്രി ഹിൻഡൻ അദ്ദേഹം പറയുന്നത് 5 വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനോട് സമമാകുന്ന ഒരു പാരലലാകുന്ന ഒരു ടൂളായിക്കാണ്ട് ദക്കാർ ഇസ്തിനായി മാറും എന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ ഫേസ്ബുക്കും ഗൂഗിളുമാണ് പ്രധാനപ്പെട്ട 2 കമ്പനികൾ. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ടെക്നോളജി പ്രധാനമായിട്ട് സഹായിക്കുന്നത് ഗൂഗിളിനെയും അതുപോലെ ഫേസ്ബുക്കിനെയുമാണ്. ഗൂഗിൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് വ്യത്യസ്തമായ ലാംഗ്വേജുകളിലേക്ക് അത് പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സെർച്ച് എൻജിൻസ് സപ്പോർട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫേസ്ബുക്കിലും ഇപ്പോൾ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഫോട്ടോസ് കാണുമ്പോൾ അത് ആരുടേതാണെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ്, അതുപോലെ ഉപയോഗിക്കുന്ന യൂസറുടെ സ്ക്രീനിൽ അവരെന്താണോ ഇഷ്ടപ്പെടുന്ന കണ്ടൻ്റ് ഉള്ളത് അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൊക്കെ ഫേസ്ബുക്കിന് ഇതുമായി ബന്ധമുണ്ട്. ഇത് AI മുഖേനയാണ് ഫേസ്ബുക്കും ഗൂഗിൾ എന്നീ 2 കമ്പനികൾക്കും സഹായകരമാകുന്നത്. അതുപോലെ തന്നെ ആൽഫാബേറ്റ ആ കമ്പനിയുടെ മാനേജറായിട്ടുള്ള സ്വന്തര പേശ്ശേരി അദ്ദേഹം പറയുന്നത് നമ്മുടെ സാധാ സ്മാർട്ട് ഫോൺസ് ഉണ്ടല്ലോ അത് ദക്കാവിസ്റ്റിനായി AI മുഖേന മാറ്റിമറിക്കപ്പെടുന്ന ഒരു കാലം അടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺസിൻ്റെ കാലങ്ങളൊക്കെ അവസാനിക്കാറായിട്ടുണ്ട്. ഇനി ഇവിടെ ഭരിക്കാനുള്ളത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതുപോലെ തന്നെ മാർക്ക് സുക്കർബർഗ്, നമുക്കറിയാം ഫേസ്ബുക്കിൻ്റെ ഓണറായിട്ടുള്ള മാർക്ക് സുക്കർബർഗ് അദ്ദേഹം പറയുന്നത് വരും കാലങ്ങളിൽ മനുഷ്യൻ്റേതിന് സമാനമായിട്ടുള്ള അഥവാ മനുഷ്യൻ കാണുകയും അതുപോലെ കേൾക്കുകയും നടക്കുകയും ചലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ മനുഷ്യേന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും സാധ്യമാകും എന്നതാണ് മാർക്ക് സുക്കർബർഗ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം വരും കാലങ്ങളിൽ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ പുരോഗമിച്ച് മനുഷ്യന് സമാനമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് മാറി എന്നതാണ്. അടുത്തതായി പറയാനുള്ളത് AI പോസിറ്റീവ് വശങ്ങളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലും അതുപോലെ മറ്റ് സർവീസ് സെക്ടറുകളിലും അവയിലുണ്ടാകുന്ന തെറ്റുകളെ അത് കുറക്കാനും അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും AI നമ്മെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ മേഖലകളിലുള്ള ഡാറ്റാസ് അനലൈസ് ചെയ്യുന്നതിലൂടെ അതല്ലെങ്കിൽ മറ്റു ചികിത്സാ സഹായങ്ങൾ ചെയ്യുന്നതിലൂടെ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സെക്ടറിനെ ഉഷാറാക്കുന്നതിൽ അതിനെ ഭംഗിയാക്കുന്നതിലും AI ഒരു ഉപകാരമാണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി, അതുപോലെ സെക്യൂരിറ്റി ആൻഡ് പീസ്, സേഫ്, ഇതെല്ലാം ഉഷാറാക്കുന്നതിൽ അല്ലെങ്കിൽ സെക്യൂർ ചെയ്യുന്നതിൽ AI നമ്മൾ സഹായകമാണ്. അതുപോലെ ട്രെയിനിങ് ആൻഡ് ടീച്ചിങ്, ഈ രണ്ട് മേഖലകളിലും അഥവാ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അനുസൃതമായിട്ടുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ ട്രെയിനിങ് ആൻഡ് ടീച്ചിങ് മേഖലയിലും AI ഒരു പോസിറ്റീവ് വശമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ചില പിശകുകളോ ചില കുറവുകളോ എല്ലാം ഉണ്ടാകാം. പക്ഷെ അതില്ലാതെ തന്നെ വളരെ ഭംഗിയോടുകൂടി AI ചെയ്ത് ചേർക്കാറുണ്ട്. ഇനി AI നെഗറ്റീവ് വശങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അഥവാ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ മുൻകൂട്ടി അറിയാൻ ചിലപ്പോൾ AIക്ക് സാധ്യമാകാറില്ല. അതുപോലെ തന്നെ മനുഷ്യരുടെ ചില കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അതിലും ഈ AI ഒരു നെഗറ്റീവാണ്. അതുപോലെ തന്നെ മനുഷ്യനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി അത് AI മുഖേന കുറയുന്നുണ്ട്. അഥവാ AI വന്നത് കാരണത്താൽ മനുഷ്യൻ്റെ ജോലി സാധ്യതകൾ കുറയുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ കൂടുതലായിട്ടും ടെക്നോളജി അല്ലെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതും ഇതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കുമ്പോൾ അത് ലീഗൽ ആൻഡ് മോറൽ വഴികളിലൂടെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ചെറിയൊരു സംഭാഷണമാണ്. രാഹുലും രാകേഷ്, ഈ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ. രാഹുൽ: മർഹബൻ ഹാദാ രാകേഷ് മർഹബൻ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കും. അങ്ങനെ രാഹുൽ: അന ഖൈർ അൽഹംദുലില്ല, അനക്ക് എങ്ങനെയുണ്ട് ചോദിക്കും രാകേഷ്. ഞാനും സുഖത്തിലായി പോകുന്നു. അങ്ങനെ രാഹുൽ ചോദിക്കും, ഇപ്പോൾ ലൈബ്രറിയിലാണുള്ളത്, അവിടെ എന്താ വായിക്കണമെന്ന് രാകേഷ് ചോദിക്കും. ഞാനും AI കുറിച്ചുള്ള ഒരു ലേഖനം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രാഹുൽ പറയും. അപ്പോൾ രാകേഷ് ചോദിക്കും, അത് ജക്കാലുസ്തീനാണ്. AI എന്താണത്, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നെല്ലാം പറയും. അപ്പോൾ രാഹുൽ പറയും, ഇന്ന കാലത്ത് ഗ്ലോബലി ഒരുപാട് തവണ ഉപയോഗിക്കപ്പെടുന്ന ഒരു ടെർമിനോളജിയാണ് AI എന്നുള്ളത്. നമ്മുടെ മനുഷ്യനോട് സാമ്യമായിട്ടുള്ള കഴിവുകളിൽ അത് മികച്ചു നിൽക്കുന്ന ചില സോഫ്റ്റ്വെയറുകൾ, ചില സിസ്റ്റമാറ്റിക് കാര്യങ്ങളാണ് AI എന്ന് പറയുന്നത്. അതുപോലെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡാറ്റാസ് അനലൈസ് ചെയ്യാനും മറ്റ് വിവരങ്ങൾ കൈമാറാനും ഒക്കത്തിന് നമുക്ക് സാധ്യമാണ്. അതുപോലെ നമ്മുടെ ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, അതുപോലെ കുറച്ച് പ്ലാനിങ്സ് ഉണ്ടാക്കാൻ, ഇതിനെല്ലാം നല്ലൊരു നിലയിൽ കഴിയുന്ന ആപ്ലിക്കേഷനാണ് അത് ജക്കാലുസ്തീനായി എന്നുള്ളത്. അപ്പോൾ രാകേഷ് ചോദിക്കും, എന്നാൽ എനിക്ക് AI പ്രധാനപ്പെട്ട കുറച്ച് ആപ്ലിക്കേഷൻസ് ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ രാഹുൽ പറയാലോ, AI കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഡാറ്റാസ് അനലൈസ് ചെയ്യാൻ മെഷീൻ ലേണിങ്ങിന് പറ്റും, അതുപോലെ ഡീപ്പ് ലേണിങ്ങിന് പറ്റും, അതുപോലെ നമ്മുടെ സൗണ്ട് ആൻഡ് വീഡിയോ ക്ലിപ്പ്, ഇതെല്ലാം അതിന് തിരിച്ചറിയാൻ കഴിയും. AI എന്ന ആ ഒരു ഉപകരണത്തിന് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ ട്രാൻസ്ലേഷൻ ടൂളുകൾ, റോബോട്ടുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ രാകേഷ് ചോദിക്കും, അപ്പോൾ നമ്മുടെ ഈ ടൂൾസ്, കമ്പ്യൂട്ടറുകൾ, ഇതിനൊപ്പം മനുഷ്യൻ്റെ ബുദ്ധിയോട് പാരലായിട്ട് നിൽക്കാൻ സാധിക്കും? അപ്പോൾ രാഹുൽ പറയും, അതെനിക്കറിയില്ല, പക്ഷേ വരും കാലങ്ങളിൽ ഇതെല്ലാം സാധ്യമാണ്, ഈ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട്. പക്ഷെ രാകേഷ് വീണ്ടും ചോദിക്കും, ഇപ്പോൾ
ഇങ്ങനെ പഠനങ്ങൾ നടന്നിട്ട് എവിടെ എത്തിയിട്ടുണ്ടാവുന്ന അതല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇപ്പം എന്തായിരിക്കും എന്ന് വല്ല ഐഡിയ ഉണ്ടോ ചോദിക്കും. അപ്പോൾ രാഹുൽ പറയും, അങ്ങനെ പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ 3 തരത്തിലേക്കൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI തരം തിരിയുന്നുണ്ട്. ഒന്ന് വീക്ക് AI എന്ന് പറയും. അത് നമ്മുടെ സെൽഫ് ഡ്രൈവിങ് കാർസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കാർസ്, അതുപോലെ ചെസ് ഗെയിമിലൊക്കെ ഉണ്ടാവേണ്ട റോബോട്ടുകൾ, അങ്ങനെ ഉള്ളതാണ് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറഞ്ഞാൽ പൊതുവെ ഉപയോഗിക്കുന്ന AGI, അതൊക്കെ ഇസ്തിനായിൽ ആമാണ്. അപ്പോൾ ഇവിടെയാണ് മനുഷ്യൻ്റെ ചിന്തകളോട് സാമ്യമായിട്ടുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഉപകരണം പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഇതിനോട് സമാനമായിട്ടുള്ള പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ ചിന്തകൾ ഇതെല്ലാം ഇതിലൂടെ കടന്നു. നമ്മൾ ചിപ്പ് ഘടിക്കുക എന്നൊക്കെ പറയുന്നത്, ചിപ്പ് ഘടിപ്പിക്കുക, ഇതാണ് സംഗതി. അതുപോലെ മൂന്നാമത്തേത് അതൊക്കെ ഇസ്തിനായിൽ ഫായിറ്റിംഗ് ASI എന്ന് പറയും. ഇത് ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനാണ്. ഇത് വരും കാലങ്ങളിൽ മനുഷ്യനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു AI ടൂളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രാകേഷ് വീണ്ടും ചോദിക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനേക്കാൾ മികച്ചു നിൽക്കുന്ന ഈ ഒരു ഉപകരണം നമ്മളിലേക്ക് കടന്നു വരികയാണെങ്കിൽ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഇതെല്ലാം ഇതിലൂടെ ഇല്ലാതായി പോകൂലേ? എനിക്ക് ഈ ടൂളുകളൊക്കെ അതിൻ്റെ മേൽ ആധിപത്യം ചെലുത്തൂലേ? അപ്പോൾ രാഹുൽ മറുപടി പറയും, അതെ, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇത് ആധിപത്യം ചെലുത്താം. അതുകൊണ്ടാണ് പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ഫിസിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ് എല്ലാം പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ അതിങ്ങനെ പുരോഗമിച്ച് വരിക എന്നുള്ളത് മനുഷ്യവംശത്തിനൊരു ഒരു ഭീഷണി തന്നെയാണ് എന്നതാണ്. പക്ഷേ ചില സയൻറ്റിസ്റ്റുകളും ചില ടെക്നീഷ്യൻസൊക്കെ പറയുന്നത് AI എന്നിട്ടുള്ള ഈ ഒരു ടെക്നോളജി ഒരിക്കലും മനുഷ്യന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയൊന്നുമില്ല. പകരം ഇത് AI എന്നുള്ളത് ഒരു ഭാഗത്തിലൂടെ പോകുന്നു, മനുഷ്യൻ എന്നുള്ളത് അവരുടെ കഴിവുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ്. പക്ഷേ ഈ ഒരു മേഖല മനുഷ്യൻ ഭയപ്പെടുന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാകണമെങ്കിൽ ഈ ഒരു ടൂള് ഒരുപാട് കാലം എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ രാകേഷ് പറയും, അതെ, മനുഷ്യൻ്റെ സർവീസിന് അല്ലെങ്കിൽ മനുഷ്യന് ഉപകരിക്കുന്ന കാര്യങ്ങൾ ഉള്ള ടെക്നോളജി, സയൻറ്റിഫിക് അപ്ഡേഷൻസ് ഇതെല്ലാം സ്വാഗതാർഹമാണെന്ന് പറയും. അപ്പോൾ രാഹുൽ പറയും, ശരിയാണ് നീ പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന എൻജിനീയേഴ്സും അതുപോലെ ഇതിൻ്റെ എസ്റ്റാബ്ലിഷിങ് കാര്യങ്ങളെല്ലാം ഒരു ലീഗൽ ആൻഡ് മോറൽ വഴികളിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല വഴിയെന്ന്, അല്ലെങ്കിൽ അതാണ് അനിവാര്യമെന്ന് രാഹുൽ പറയും. അങ്ങനെ രാകേഷ്, ഓക്കെ, താങ്ക് യു, എനിക്ക് വിലപ്പെട്ട വിവരങ്ങൾ കൈമാറിയതിന് നന്ദി. രാഹുൽ അഹ്ലംബിക്കയ സുദിയത്തെ അൽഹമീൻ. അടുത്തത് അജിബ് അനിൽ അസ്ലത്തി താലിയത്തി ബിൽ അറബിയ. ഒന്നാമത്തെ ചോദ്യം, മാഫുവ സക്കാവുൽ ഇസ്തിനാഇ, AI എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ പറയണം, മനുഷ്യൻ്റെ ചിന്തകളോട്, മനുഷ്യൻ്റെ സങ്കല്പങ്ങളോട് ഇമിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനോട് സാമ്യമാകുന്ന തരത്തിലുള്ള ഉപകരണങ്ങളെ, സോഫ്റ്റ്വെയറുകളെ വാർത്തെടുക്കുന്നതാണ് ദക്കാഉൽ ഇസ്തിനാഇ എന്നതുകൊണ്ട് ഉദ്ദേശം. രണ്ടാമത്തേത് എന്താണ്? മാഹിയ അഹ്മു തത്ബീഖാത്തി ദക്കാഉൽ ഇസ്തിനാഇ, AI പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻസ് എന്തൊക്കെ? നമ്മൾ പറഞ്ഞു, ലേണിംഗ് മെഷീന്, അതുപോലെ റോബോട്ടുകൾ, ചെസ്സ് കളിക്കുമ്പോഴുള്ളത്, അതുപോലെ റോബോട്ടുകൾ, മറ്റു ട്രാൻസ്ലേഷൻ ടൂളുകൾ, ഇതെല്ലാമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, കം നോ ആൻഡ് ദക്കാഉൽ ഇസ്തിനാഇ മിൻ നാഹിയത്തി ഖുദ്റാത്തിഹി, അതുപോലെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എത്ര ടൈപ്പുകളുണ്ട്, അതുപോലെ എവിടെയെല്ലാമാണ് അതിൻ്റെ അപ്ഗ്രഡേഷൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് നാരോ AI, അതുപോലെ AGI, ASI, ഇത് 3ആണുള്ളത്. അതുപോലെ അതിൻ്റേതായിട്ടുള്ള അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീക്ക് AI നമ്മൾ പറയുകയാണെങ്കിൽ അത് വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ ചെസ്സ് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റുള്ള റോബോട്ടുകൾ, അതുപോലെ സെൽഫ് ഡ്രൈവിങ് കാറുകൾ, അതുപോലെ ഫോട്ടോസ്, നമ്മുടെ സംസാരങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയറുകൾ, ഇതാണ് നാനോ AI. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ ഐറ്റമായിട്ടുള്ള AGI, അസക്കാൾ ഇസ്തിനാഇ ആം, ഇത് ഏകദേശം മനുഷ്യൻ്റെ കഴിവിനോട് സാമ്യമായിട്ടുള്ളതാണ്. അപ്പോൾ പ്ലാനിങ് ചെയ്യാൻ, അതുപോലെ മറ്റു ആവശ്യങ്ങൾ മനുഷ്യൻ നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദക്കാഉൽ ഇസ്തിനാഇ ആമിനും സാധ്യമാണ്. മൂന്നാമത്തെ ടൈപ്പ് അദ്ദക്കാഉൽ ഇസ്തിനാഇ ഫായിഖ്, ASI എന്നുള്ളതാണ്. ഇത് മനുഷ്യനേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യനെ
ചെയ്യുന്നതിലേറെ ഒരുപടി മുന്നിലായിട്ട് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കും. നാലാമത്തേത് AI-യുടെ പ്രധാനപ്പെട്ട നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സിനെ കുറിച്ച് എഴുതാനാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ സർവീസിനുള്ളത് മനുഷ്യവംശത്തിന് ഉപകരിക്കുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടറുകളിൽ അതിലുള്ള തെറ്റുകൾ കുറക്കാനും അതുപോലെ പ്രൊഡക്ഷൻ ഉഷാറാക്കാനൊക്കെ ഇതിൻ്റെ ഒരു ഇജാബിയാത്താണ്. അതുപോലെ സേഫ് ആൻഡ് സെക്യൂരിറ്റി ഇതെല്ലാം ഉഷാറാക്കുന്നതിൽ പറ്റും. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സെക്ടറിൽ, അതുപോലെ ട്രെയിനിങ് ആൻഡ് ടീച്ചിങ് സെക്ടറിൽ ഇതൊക്കെ ഉഷാറാക്കാൻ AI മുഖേന സാധ്യമാണ്. ഇതിൻ്റെ നെഗറ്റീവ്സുകൾ പറയുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മുൻകൂട്ടി തിരിച്ചറിയാൻ AIക്ക് സാധ്യമായിട്ടില്ല. അതുപോലെ മനുഷ്യനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി അത് കുറക്കാനും AI കാരണമായിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, മാ റഅയുക ഫീ തഖവ്വുഫി ബഅദി الناس من أن الذكاء الاصطناعي سيؤدي إلى سيطرة الآلات وإخلال دور البشر. മനുഷ്യൻ വഹിക്കുന്ന പങ്കുകളുടെ മേൽ ആധിപത്യം ചെലുത്തുമെന്ന് ചില ആളുകൾ AI-യെ കുറിച്ച് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനാണ്. അപ്പോൾ നമ്മൾ മുമ്പിൽ പറഞ്ഞു, മനുഷ്യൻ്റെ കഴിവിനേക്കാൾ അല്ലെങ്കിൽ മനുഷ്യനെ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള പുരോഗമനങ്ങൾ ഇതെല്ലാം സ്വാഗതാർഹമാണ്. അങ്ങനെ പറയുക, അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.